എൻ്റെ സമീപേ നിൽക്കുന്ന ലിജോ അവിടെ ഉണ്ടോ എന്നെനിക്കറിയില്ല. നൂറുകണക്കിന് ആൾക്കാർ ഇന്നത്തെ പോലെ, അത് സംസ്ഥാന ക്യാമ്പാണ് ICPF-ന്റെ, നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് പല പല ദേശങ്ങളിൽ നിന്നും. പക്ഷെ എനിക്ക് തോന്നിയത് ഈ മനുഷ്യൻ എന്നോടാണ് പറയുന്നത്, ഈ പറയുന്ന മുഴുവൻ എന്നോടാ പറയുന്നത്. ഞങ്ങളുടെ സമയം കഴിഞ്ഞു, ഇത് നിങ്ങളുടെ സമയമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇത് എൻ്റെ സമയമാണെന്നാണ്. ആ ഹോളിൻ്റെ ഇടത്തുവശത്തോട് ഞാൻ നടന്ന് ഫ്രണ്ടിൽ പോയി നിൽക്കുന്നത് ഞാൻ ഇന്നെന്ന പോലെ, ഈ നിമിഷം പോലെ ഞാൻ ഓർക്കുന്നു. എന്തിനാ ഞാൻ കരയുന്നത് എന്നെനിക്കറിയില്ല. വിശപ്പ് കൊണ്ടല്ല കരഞ്ഞത്, മാതാപിതാക്കളുടെ എന്തെങ്കിലും ക്രൂരത കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, ആരെങ്കിലും എന്നെ അപമാനിച്ചത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത്. ഒരു കൊച്ചു കുഞ്ഞ് എന്തോ കാര്യത്തിന് വേണ്ടി പൊട്ടിക്കരയുന്നത് പോലെ ഫ്രണ്ടിൽ വന്നിന്ന് എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, കൈ ഉയർത്തി ഞാൻ പറഞ്ഞ ഒന്നേ ഉള്ളൂ: പ്രസംഗിക്കാൻ കഴിവില്ലാത്ത, പാടാൻ കഴിവില്ലാത്ത, ഒരു ഇൻസ്ട്രുമെന്റും അറിയാത്ത എന്നെ യേശുവിന് ആവശ്യമാണെങ്കിൽ ഇതാ ഞാനിവിടെ വന്ന് നിൽക്കുന്നു, എന്നെ ഉപയോഗിക്കണമേ. എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു സ്വപ്നവും ഇല്ല. പ്രസിഡന്റ് ആകണ്ട, സൂപ്രണ്ട് ആകണ്ട, സെക്രട്ടറി ആകണ്ട, ഒന്നും വേണ്ട. ഈ ബൈബിളിൻ്റെ വചനങ്ങൾ എൻ്റെ അധരങ്ങളിൽ നിന്നും പോകരുതേ. ഇത് അഭിഷേകത്തോടെ വിളിച്ചു പറയുവാനുള്ള ശക്തി എന്നിൽ പകരണമേ എന്ന് പറഞ്ഞ് കോഴഞ്ചേരി കോളേജിൽ BCom പഠിക്കുന്ന എൻ്റെ 1ാം വർഷ വിദ്യാർത്ഥിയായ എന്നെ മുഴുവനായി എൻ്റെ ദിശ മാറ്റിയ ആ ക്യാമ്പ്. അതിൽ പിന്നെ എനിക്ക് ഓരോ ക്യാമ്പിൽ പോകുമ്പോൾ എൻ്റെ പ്രതീക്ഷ ഇതാണ്: അന്ന് എന്നെ സ്പർശിച്ച ദൈവം മാറിയിട്ടില്ല. ഇത് വേറൊരു ക്യാമ്പിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസവും എനിക്ക് അന്നുണ്ടായതുപോലെ നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ കാര്യം ഈ ക്യാമ്പിൽ, ഈ സെഷനിൽ ചെയ്യുവാനുണ്ട് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്, ആത്മീക ക്യാമ്പിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ക്യാമ്പിനെ ഉള്ളതാക്കി തീർക്കുന്നത്. ഇവിടെ വന്ന ഒരാരുടെയും മഹിമയല്ല, ഇവിടത്തെ പാട്ടോ ഇതൊന്നുമല്ല, ഇവിടെ യേശു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ വിശേഷത. നമുക്ക് നല്ല ഒരു തീം ഇവിടെ തെരഞ്ഞെടുത്ത് നൽകിയിട്ടുണ്ട്. 1 തീമോഥെയോസിന്റെ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് തീം വേഴ്സ് ആയിട്ടുള്ളത്. അതിൽ നിന്നാണ് തലവാചകങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവരും ബൈബിൾ തുറക്കണം ഈ സമയം. 1 തീമോഥെയോസിന്റെ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ വാക്യം ഒന്ന് വായിക്കണം. ബൈബിൾ തുറക്കുവാൻ വേണ്ടി ഞാൻ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. എല്ലാവരും ബൈബിൾ തുറക്കണം. 1 Timothy chapter 6 and verse 11. 1 തീമോഥെയോസ് 6-ന്റെ 11-ാമത്തെ വാക്യം നമ്മൾക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. നമ്മുടെ തീം ഇതാണ്: വിട്ടോടുക, പിന്തുടരുക. അതാണ് നമ്മുടെ തീം. ഈ ഒരു ലേഖനം എഴുതുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാസ്റ്ററുടെ മകനാണിത്. പൗലോസ് പറയുന്നു, എൻ്റെ നിജപുത്രൻ, എൻ്റെ പ്രിയപുത്രൻ. വെറുതെ വിളിക്കത്തില്ല. ഇന്നുള്ള ആൾക്കാർ പോലെ കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്ന ആളല്ല പൗലോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് ഇവർ തമ്മിൽ. പൗലോസിന് ഏകദേശം 60 വയസ്സിൽ മുകളിലുണ്ട്. ഈ എഴുതുന്നയാൾക്ക് തീമോഥെയോസിന് 30 വയസ്സ് കഴിയുന്നതേ ഉള്ളൂ. ഏകദേശം 25-30 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, ജനറേഷൻ ഗ്യാപ്പ്. എന്നാൽ പൗലോസ് തൻ്റെ കൂടെ കൊണ്ട് നടന്ന്, പ്രിയ മകൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ തീവ്രത കാണുന്നത് ഏറ്റവും 2 തീമോഥെയോസ് 4-ലാണ്. മരണം മുമ്പിൽ കാണുന്ന പൗലോസ്, ശക്തനായ അപ്പോസ്തലൻ, ആരുടെയും മുഖം നോക്കാതെ ശുശ്രൂഷിക്കുന്ന പൗലോസിന് ഒരാഗ്രഹം. എന്താ ആഗ്രഹം ചോദിച്ചാൽ, ഇവൻ എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പൗലോസ് പറയുന്നത്, നീ വേഗം വരണം എൻ്റെ അടുക്കൽ. ആരാണ് ഈ നീ? ഈ തീമോഥെയോസ് തൻ്റെ കൂടെ 10 വർഷം കൊണ്ടു നടന്ന് ശുശ്രൂഷ പഠിപ്പിച്ച്, ഒരു പാസ്റ്റർ മകൻ എന്ന നിലയിൽ ഞാൻ തീമോഥെയോസിനെ പറയുന്നത്, പാസ്റ്റർ മക്കൾ പാഴ്സണേജിൽ വളരുമ്പോഴേ കൊച്ചുനാളിൽ മുതൽ നമ്മൾ കാണും എന്താ ശുശ്രൂഷ.
എങ്ങനെ ലീഡ് ചെയ്യണം, പപ്പ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് നമ്മൾ കാണും. കൂട്ടുവിശ്വാസികളാൽ ഉള്ള പിണക്കങ്ങൾ പപ്പായ്ക്ക് നേരെ ഇതൊക്കെ കാണും. പൗലോസിന്റെ ക്രിറ്റിസിസം തീമോത്തിയോസ് കേട്ടിട്ടുണ്ട്. പൗലോസിന്റെ വചന ശുശ്രൂഷ, ചില പ്രസംഗങ്ങൾ മനപ്പാടമായി തീമോത്തിയോസിന് അറിയായിരിക്കും. 10 വർഷം കൂടെ നടന്നതല്ലേ. ഈ മനുഷ്യനെ അവസാന നിമിഷങ്ങളിൽ, പൗലോസിന്റെ അവസാന നിമിഷങ്ങളിൽ ഉറപ്പിക്കുവാൻ വേണ്ടി എഫെസസിലെ ശുശ്രൂഷകനായ തീമോത്തിയോസ് കൂടെ നടന്ന പാരമ്പര്യമുണ്ടെങ്കിലും ഭക്തനാണെങ്കിലും ഇന്നലത്തെ സക്സസിൽ നിൽക്കാൻ ഒക്കാത്തത് കൊണ്ട് ഇന്ന് തനിക്ക് നിൽക്കാൻ വേണ്ടിയുള്ള ചില അത്യാവശ്യ കാര്യം പറയുന്ന ലേഖനമാണ് 1 തീമോത്തിയോസിന്റെ ലേഖനം. അതിന്റെ ഏറ്റവും ക്ലൈമാക്സ് ആണ് നമ്മൾ ഈ വായിച്ച 6:11. വാസ്തവത്തിൽ ഈ ലേഖനത്തിൽ 6 അധ്യായങ്ങളിൽ 3 ഇടങ്ങളിൽ പൗലോസ് തീമോത്തിയോസിനോട് പറഞ്ഞ് മനസ്സിലാക്കുക, വേണ്ടേ, ഇതാണ് പ്രശ്നം, നീ ഇതുപോലെ ആവല്ല്. ആത്മീക ഗോളത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, നീ ഇതുപോലെ ആകരുത്, നീ വ്യത്യസ്തനാകണം. ആദ്യം പറയുന്നത് 1-ാമത്തെ അധ്യായത്തിലാണ്. അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാ പറഞ്ഞു തുടങ്ങുന്നത്: അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസസിൽ താമസിക്കണം. നീ മറ്റുള്ളവരെ പോലെ ആവല്ല്. ഈ YP ക്യാമ്പിൽ വന്നിരിക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ എനിക്ക് വിളിച്ചു പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകരുത്. പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, തീമോത്തിയോസേ, എന്റെ കൂടെ നടന്നെന്നുള്ള അഡ്രസ് വിട്. നീ നല്ല പ്രഭാഷകനാണ്, നീ ഒരു നല്ല മെന്റിയാണ്, ഇതൊക്കെ വിട്. നീ മറ്റുള്ളവരെ പോലെ ഉപദേശത്തിൽ വെള്ളം ചേർക്കുന്നവൻ ആകല്ല്. അന്യത ഉപദേശിക്കുന്നവർ, വൃഥ തർക്കങ്ങളിൽ ഏർപ്പെടുന്നവർ, ചർച്ച എന്ന പേരിൽ അതും ഇതും എല്ലാം നിന്ന് ഭക്തിയിൽ നിന്ന് മാറി തർക്കങ്ങളിൽ പോകുന്ന കൂടുതൽ ശുശ്രൂഷകന്മാർ വരുന്ന കാലഘട്ടത്തിൽ എഫെസസിൽ നിന്ന് നീ പോകരുത് തീമോത്തിയോസേ. എഫെസസിൽ താമസിക്കാൻ തീമോത്തിയോസിന് ആഗ്രഹം കാണുകയില്ല. താൻ നോക്കുമ്പോൾ അവിടെ ഒരു ഭാവി ഇല്ലായിരിക്കാം. അവിടെ ഈ ലോകപ്രകാരം സക്സസ് ആകാൻ സാധ്യതയില്ലായിരിക്കാം. അവിടെ നിന്ന് പോകാൻ പെട്ടി പാക്ക് ചെയ്യുന്ന തീമോത്തിയോസിനോട് പറയുക, എന്റെ മോനെ, നീ അവിടുന്ന് പോകരുത്, നീ അവിടെ നിന്ന് അന്യത ഉപദേശിക്കുന്നവരുടെ വാടച്ച് നീ ഒരു നല്ല ശുശ്രൂഷകനായി അവിടെ മിനിസ്റ്റർ ചെയ്യണം. 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. മകനെ തീമോത്തിയോസേ, നമ്മുടെ കുറിവാക്യം തുടങ്ങുന്നതും നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. പൗലോസിന്റെ ഹൃദയം വെളിയിലേക്ക് വരികയാണ്. നീ തീമോത്തിയോസേ, എനിക്ക് പ്രിയപ്പെട്ടവനെ, എന്റെ മകനെ, മകനെ തീമോത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ ആ പ്രവചനത്തെ ഓർത്ത് ഉപദേശം അയവില്ലാതെ മായം ചേർക്കാതെ ജീവിത ഭക്തി കാത്ത ഒരു പുരുഷനായി നീ കാണപ്പെടണം. അതാ 1-ാം അധ്യായത്തിൽ പറയുന്ന ആദ്യത്തെ തീമോത്തിയോസേ എന്ന് വിളിപ്പേരുള്ള ആ വിളിയോട് പറയുന്ന കാര്യം. 2-ാമത് 4-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. 6-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ 2 പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളും നേരിടാൻ പോകുന്ന പ്രശ്നം, ഒന്ന് ഉപദേശ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ, പെന്തക്കോസ്റ്റിന്റെ ഉപദേശം പലർക്കും ക്ലാരിറ്റി ഇല്ല. പെന്തക്കോസ്റ്റിലുള്ള കുഞ്ഞുങ്ങൾ തന്നെ മറ്റ് പല യൂട്യൂബ് ചാനലുകളും ക്ലബ് ഹൗസ് പോലുള്ള മാധ്യമങ്ങളിലും കേട്ട് വളരെ കൺഫ്യൂസ്ഡായി. എന്തുവാ എൻ്റെ അപ്പനും അമ്മയും വിശ്വസിക്കുന്നത്? ഇതൊക്കെയാണോ സത്യം? സത്യം അറിയാതെ, എന്താണ് ശരി തെറ്റ് എന്ന് തിരിച്ചറിയാതെ, ഉപദേശ ശുദ്ധിയോ ഉപദേശ നിർമ്മലതയോ ഇല്ലാതെ ആരോ സായിപ്പ് എവിടെ ഇരുന്ന് മില്യൺസ് ഓഫ് വ്യൂസിൽ പറയുന്ന കാര്യങ്ങൾ അതായിരിക്കും സത്യം. അല്ലെങ്കിൽ അത്രയും പേര് ആ ചർച്ചിൽ പോകത്തില്ലല്ലോ. ഞങ്ങളുടെ ചർച്ചിൽ 30 പേരെ ഉള്ളല്ലോ. ഇതൊന്നുമല്ല, ഇതൊക്കെ വിട്ട്, കേരളമൊക്കെ വിട്ട് എവിടെങ്കിലും പോയി എനിക്ക് സ്വാതന്ത്ര്യത്തോടൊന്ന് ജീവിക്കണം. ഇങ്ങനൊരു തലമുറയിൽ നമ്മുടെ സമൂഹവുമാകുന്നു.
അവിടെ തിമത്തിയോസിനോട് പൗലോസ് പറയുന്നത് എത്ര അന്വർത്ഥമാണ് ഇങ്ങനൊരു ക്യാമ്പിൽ. നീയോ തിമത്തിയോസേ, എന്റെ മകനെ, നീ ആള് കൂടുതൽ ഉള്ളിടത്ത് പോകാതെ, നീ നിനക്ക് ഭാവി ഉണ്ടാകുന്നിടത്ത് പോകാതെ എഫെസസിൽ താമസിച്ച് ശുദ്ധമായ, നിർമ്മലമായ, നിഷ്കളങ്കമായ വചനം സംസാരിക്കുന്നവരായി നീ മാറണം. 4-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ പ്രലോഭനം പറയുകയാണ്. 4-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ഭൂതങ്ങൾ സജീവമായി, ഭൂതങ്ങളുടെ സ്വാധീനങ്ങൾ കൂടി അവരും ശുശ്രൂഷകരാണ്. എന്നാൽ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട കുറെ ശുശ്രൂഷകന്മാർ വരുമെന്നും അവർ ഭോഷ്ക് പറഞ്ഞ്, കപടം പറഞ്ഞ്, എന്ന് പറഞ്ഞാൽ സ്റ്റേജിലുള്ള ആളല്ല വെളിയിലിറങ്ങുമ്പോൾ. സ്റ്റേജ് വലിയ വിശുദ്ധി പറയുന്നു, സ്റ്റേജ് യേശുവിന്റെ സ്വഭാവം എന്ന് പറയുന്നു, സ്റ്റേജ് താഴ്മ എന്ന് പറയുന്നു. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പാര വെക്കാനും പക്ഷം പിടിക്കാനും തമ്മിലടുപ്പിക്കാനും മുമ്പിൽ നിൽക്കുന്ന വ്യക്തി. ഭോഷ്കിനാൽ പിടിക്കപ്പെട്ട്, കപടത്താൽ പിടിക്കപ്പെട്ട് വ്യർത്ഥത ഉപദേശിക്കുന്ന കുറെ ശുശ്രൂഷകർ. പൗലോസ് തിമോത്തിയോസിനോട് പറയാ, എന്റെ മോനെ, നീ കൊച്ചു പയ്യനാണ്. ഇന്നത്തെ ഭാഷ പറയാ, നിനക്ക് 30 വയസ്സേ ഉള്ളൂ. പക്ഷെ നീ എങ്ങനെ ആകണം? 5-ാമത്തെ വാക്യം കഴിഞ്ഞ് 6-ാമത്തെ വാക്യത്തിൽ ഒരു പദപ്രയോഗമുണ്ട്. വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശുവിന്, അടുത്ത വാക്ക് എല്ലാവരും ഒരുമിച്ചൊന്ന് ഉറക്കെ പറയണം. അടുത്ത വാക്ക് എന്താ? ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകൻ ആകും. നീ നല്ലൊരു ശുശ്രൂഷകനാകണം. കാരണം ഭോഷ്ക് ഒരുപാടാണ്, കപടത ഒരുപാടാണ്, വേഷം കെട്ടൽ ഒരുപാടാണ്. പാടുന്ന എല്ലാവരും, പ്രസംഗിക്കുന്ന എല്ലാവരും ഒരുപോലെ വിശ്വസിക്കാൻ ഒക്കുന്നവരല്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായവർ ഇതിനകത്തൊരു പക്ഷേ കേൾക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു അധ്യാപകൻ പണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർമ്മ വരികയാണ്. ഇങ്ങനെയാ പറഞ്ഞത്: ജോ, എവ്രി ബിലീവേഴ്സ് ആർ നോട്ട് ബിലീവബിൾ. വിശ്വാസികളെ എല്ലാം വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇവിടെ തിമോത്തിയോസിനോട് പറയുന്നത് ആത്മീകമായ ഒരു മൂല്യച്യുതി നമ്മുടെ ദേശത്ത്, ഈ സംസ്ഥാനത്തിൽ, ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഉപദേശത്തിന് വേണ്ടി ആൾക്കാരുണ്ടോ? വളരെ വിരളം. പ്രകടനങ്ങൾക്ക് ആളിനെ കിട്ടും, ഉണർവിന്റെ പേരിൽ ആളിനെ കിട്ടും, വർഷിപ്പ് ലീഡേഴ്സിനെ കിട്ടും. ഉപദേശം പറയാൻ, പഠിക്കാൻ, പ്രചരിപ്പിക്കാൻ, ജീവിതം മാറ്റാൻ യൗവനക്കാരെ കിട്ടുമോ? കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ലോക്കൽ ചർച്ചിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഉപദേശം പറയാൻ വേണ്ടി ഒരു പ്രസംഗകൻ വന്നാൽ, ബൈബിൾ സ്റ്റഡിക്ക് ഒരു പ്രസംഗകൻ വന്നാൽ ആള് കുറവായിരിക്കും. ഒരു പ്രവാചകൻ വരട്ടെ, എന്താ ഈ പ്രവചനത്തിലൂടെ പറയുന്നത്? നീ ലണ്ടനിൽ പോകാൻ പോകുന്നു, നീ സ്വിറ്റ്സർലൻഡിൽ പോകാൻ പോകുന്നു, അവിടെ ഇടിച്ചു കുത്തിയ ആളായിരിക്കും. യൗവനക്കാരുടെ മനസ്സിൽ ശുശ്രൂഷയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ, വചനം ഇല്ലാത്തൊരു ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കണമേ, എനിക്ക് വിമാനത്തെ കയറി അനേക രാജ്യങ്ങളിൽ യേശുവിന് വേണ്ടി പ്രയോജനപ്പെടണം. എന്റെ പ്രിയ യൗവനക്കാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളിൽ എത്ര പേർ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നു? ദൈവം അന്വേഷിക്കുന്നു നിങ്ങളിൽ ചിലരെ. വിപ്ലവം ഉണ്ടാക്കി അത്ഭുതക്കാരനായി നടക്കാനല്ല, ഈ വചനം നിർമ്മലതയോടെ ഈ തലമുറയിൽ സംസാരിക്കുവാൻ, ആൾക്കാരുടെ മുഖം നോക്കാതെ വചനത്തിന്റെ വെളിപ്പാട് വിളിച്ചു പറയുവാൻ. വേദി കിട്ടിയാലും വേദി കിട്ടിയില്ലെങ്കിലും ഈ ഉപദേശത്തിൽ മായം ചേർക്കാതെ ഈ തലമുറയിൽ ദൈവത്തിനായി നിൽപ്പാൻ വൈപ്പിയിൽ ഒരു കൂട്ടം ആൾക്കാരെ ദൈവം ഇന്ന് പകൽ അന്വേഷിക്കുന്നു. ഭൂതങ്ങളാൽ പിടിച്ച, സ്വാധീനിക്കപ്പെട്ട ശുശ്രൂഷകന്മാരുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ അത് കൂടിപ്പോയല്ലോ പൗലോസേ. പൗലോസ് അങ്ങനെ പറയാൻ കാര്യം, മനുഷ്യരുടെ നിത്യതയെ ബാധിക്കുന്ന കാര്യമാണ് ഓരോ പ്രാവശ്യം ഒരാൾ പുൾപിറ്റിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ. പല വിശ്വാസികളും
എന്തുവാണോ പാസ്റ്റർ പറയുന്നത് അത് അതുപോലെ വിശ്വസിച്ചുകൊണ്ട് പോകും. തന്നെ ബൈബിൾ വായിക്കത്തില്ല. ബെറോവയിലുള്ളവർ പോലെ അല്ല പല വിശ്വാസികളും. അവർ ബൈബിൾ ശോധന ചെയ്യത്തില്ല, പാസ്റ്റർ പറഞ്ഞത് കറക്റ്റാണോ അല്ലയോ എന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വ്യർത്ഥത ഉപദേശിച്ച് ഇവിടെ പറഞ്ഞതുപോലെ കപടതയും ഭോഷ്കും പറയുന്ന സമയത്ത് പൗലോസ് തിമോത്തിയോസിനോട് 4:6 പറയുക, യു ഷുഡ് ബി എ ഗുഡ് മിനിസ്റ്റർ. ഒരു നല്ല ശുശ്രൂഷകൻ നീ ആകണം. എന്തുവാ നല്ല ശുശ്രൂഷകന്റെ ക്വാളിഫിക്കേഷനായി 4:6 പറയുന്നത്? ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ നല്ല ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും പേഴ്സണാലിറ്റി ആയിരിക്കാം സാർ ഉദ്ദേശിക്കുന്നതല്ലേ. കണ്ടാൽ ഒരു ശുശ്രൂഷകൻ്റെതായ ഒരു ലക്ഷണം, അതിൻ്റെ ഒരു സംസാര ഭാഷ, കയറി നിന്നാൽ തന്നെ ഒരു കരിസ്മ. ഒരു നേതാവാണ് അദ്ദേഹം, കണ്ടാലേ അറിയത്തില്ലേ ഒരു സ്വാധീനമുള്ള നേതാവാണ്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നേ, ഈ ഭയമുള്ള തിമോത്തിയോസ്, ഈ ചെറുപ്പക്കാരനായ തിമോത്തിയോസ്, അപകർഷതാ ബോധമുള്ള തിമോത്തിയോസ്. കാരണം തൻ്റെ പിതാവ് ഒരു യവനായ പശ്ചാത്തലത്തിലുള്ള ആളാണ്, മാതാവ് ഒരു എബ്രായ പശ്ചാത്തലത്തിലുള്ള ആളാണ്. ആ കുടുംബ ബാക്ക്ഗ്രൗണ്ട് തന്നെ തിമോത്തിയോസിനെ നോക്കി ആൾക്കാർ പറയും, നിന്നെ ഉപയോഗിക്കാൻ പാടാ, നിനക്ക് വേദി കിട്ടാൻ പാടാ. അപകർഷതാ ബോധമുള്ള തിമോത്തിയോസിനോട് പൗലോസ് പറയുക, നീ ഒരു നല്ല ശുശ്രൂഷകനാകണം. എങ്ങനെ? വിശ്വാസത്തിൽ അനുസരിച്ച്, സത്യ ഉപദേശത്തിൽ, സദുപദേശത്തിൽ പോഷണം പ്രാപിച്ചവനായി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയെ പറയാം. ഈ ബൈബിളിൽ സദുപദേശം, സൗണ്ട് ഡോക്ട്രിൻ, പത്യോപദേശം പഠിച്ച് വിശ്വാസത്തെ അനുസരിച്ച് ഓരോ കാറ്റിനാലും അലഞ്ഞുഴലുന്ന ശിശു പോലെ ആയി തീരാതെ തിമോത്തിയോസേ, നീ ഒരു നല്ല ശുശ്രൂഷകനാകണമെന്ന് പറഞ്ഞാൽ ഈ വചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന വ്യാഖ്യാനത്തിൽ ഒരൽപ്പം പോലും അയവ് വരുത്താത്ത ഒരു ശുശ്രൂഷകനായി നീ മാറണം. ഞാൻ വിശ്വാസത്താൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ഈ 2024 ഈ ക്യാമ്പിൽ ദൈവം അങ്ങനെ കുറെ യൗവനക്കാരെ വാർത്തെടുക്കുന്ന ക്യാമ്പായി ദൈവം ഒരു അത്ഭുതം നമ്മുടെ ഇടയിൽ ചെയ്യട്ടെ. ഇതിനകത്ത് ഭാവിയിൽ കേരളം കണ്ടിട്ടില്ലാത്തതുപോലെ ദൈവവചനം യഥാർത്ഥമായി വ്യാഖ്യാനിക്കുന്ന അഭിഷേകമുള്ളവർ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിക്കുന്ന ക്യാമ്പായി മാറട്ടെ. നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല, നിന്റെ കളർ ഓഫ് ദ സ്കിൻ അല്ല, ദൈവത്തിന്റെ അഭിഷേകം ഒരുവന്റെ മേൽ വീണാൽ, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ചിലരുടെ ചിന്തയായിരിക്കും തിമോത്തിയോസിന് ഉണ്ടായിരുന്നത്, നോട്ട് മീ. ഇങ്ങനെ ഒരു വേദിയിൽ ഞാൻ നിൽക്കുമെന്നോ? ഒരിക്കലുമില്ല, ഞാനല്ല. അങ്ങനെയുള്ളവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കണമേ, 19 വർഷം മുമ്പ് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് വിചാരിക്കാൻ ഒക്കുന്നതല്ല ഞാൻ ഒരു പ്രഭാഷകനായി ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമെന്ന്. 4 പേരെ കാണുമ്പോൾ മുട്ടടിക്കുന്ന ഞാൻ, എൻ്റെ ലോക്കൽ ചർച്ചിലെ വിശ്വാസികൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നീട് അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാസ്റ്ററുടെ മകൻ എന്താ ഇങ്ങനെ ഡ്രം അടിക്കുന്നത് കാണാം, പക്ഷേ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത, YPയുടെയോ CAയുടെയോ PYPയുടെയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പാടാനോ പ്രസംഗിക്കാനോ യാതൊരു കോമ്പറ്റീഷനും പങ്കെടുക്കാതെ കഴിവില്ലാത്തവരായ എന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുമ്പിൽ നിർത്തിയ ഒരു ദൈവ നിയോഗമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കഴിവില്ലാത്തവരെ കേൾക്കുക, യേശു നിന്നെ വിളിക്കുന്നു ഇന്ന്. കോംപ്രമൈസ് ചെയ്യാതെ വചനം പ്രസംഗിക്കാൻ യേശു നിന്നെ വിളിക്കുന്നു ഇന്ന്. ഇതിന്റെ അവസാനം മിഷൻ ചലഞ്ചിൽ ഒരു സമർപ്പണത്തിന്റെ സമയമുണ്ട്. ആ സമയം ധൈര്യത്തോടെ മുമ്പിൽ വരണം. എൻ്റെ മേൽ ഈ അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് പകൽ ദൈവം ഒന്ന് വീഴ്ത്തണമേ. ഉപദേശത്തിന്റെ സത്യത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ, ഭോഷ്കിനെ തുറന്നു കാണിക്കുവാൻ, കപടതയില്ലാതെ നിഷ്കളങ്കരായി ദൈവത്തിന്റെ മുമ്പിൽ നേരോടെ നീതിയോടെ ശുശ്രൂഷിപ്പാനായി ഒരഭിഷേകം ചെറുപ്രായത്തിലെ ദൈവം തരുന്ന ദിവസമായി മാറട്ടെ. ഇത് 2 പൗലോസ് പറഞ്ഞു. 1:18 പറഞ്ഞു, നീയോ തിമോത്തിയോസേ നീ അങ്ങനെ ആവല്ലേ. 4:6 പറഞ്ഞു, തിമോത്തിയോസേ നീ കപടക്കാരനാവല്ലേ, നീ നല്ല ശുശ്രൂഷകനാകണമേ.
മൂന്നാമത്തേതും അവസാനത്തേതുമായ അഡ്വൈസാണ് നമ്മുടെ കുറിവാക്യം 6:11. എന്നോട് ശ്രദ്ധിച്ചു നോക്കിയേ. 6:11. ഉപദേശശുദ്ധിയെക്കാളിലും കപടതയെക്കാട്ടിലും തീവ്രമായ ഒരു കാര്യമാണ് 6:11 പറയുന്നത്. 6:11 തുടങ്ങുന്നത് ഇങ്ങനെയാ: നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. എന്തൊരു വലിയ പദപ്രയോഗമാണത്. ബട്ട് യു മാൻ ഓഫ് ഗോഡ്. ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മളെ മനുഷ്യർ വിളിക്കുന്നത് പെന്തിക്കോസുകാരെന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ട് ക്ലാസ്മേറ്റ്സ് വിളിക്കുന്നത് ചർച്ച് ഓഫ് ഗോഡുകാരിയായല്ലേ, ചിലപ്പോൾ വിളിക്കുന്നത് പെന്തിക്കോസുകാരനായല്ലേ. പക്ഷെ സ്വർഗം ഇന്ന് നിങ്ങളെ വിളിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഒരു ഡിനോമിനേഷന്റെ പേരല്ല, പെന്തിക്കോസ് എന്നുള്ള പേരല്ല. യു മാൻ ഓഫ് ഗോഡ്, യു വുമൺ ഓഫ് ഗോഡ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഈ ആയുസ്സിൽ, ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട ദൈവത്തിന്റെ മകനെ, ദൈവത്തിന്റെ മകളെ. അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുതെന്നുള്ളതല്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ മാൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് സ്റ്റേജിൽ ഇരിക്കുന്നവരാണ്. സ്റ്റേജിൽ ഇരിക്കുന്ന പാസ്റ്റർമാർ മാൻ ഓഫ് ഗോഡ്. ഞാനൊരു ഓർഡിനറി ബിലീവർ. ചിലർ പറയുന്ന ഞാൻ ഒരു സാധാരണ വിശ്വാസിയാ. സാധാരണ വിശ്വാസി എന്നൊരു തസ്തിക ദൈവത്തിന്റെ ഡിക്ഷണറി കാണാൻ ഒക്കത്തില്ല. എവ്രി ബിലീവർ ഈസ് എ മിഷണറി ബിക്കോസ് എവ്രി അൺബിലീവർ ഈസ് എ മിഷൻ ഫീൽഡ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മിഷണറീസാ. കാരണം നിങ്ങളുടെ അപ്പുറത്ത് സ്കൂളിൽ ഇരിക്കുന്ന ആ മോള്, ആ മകൻ നിങ്ങളുടെ മിഷൻ ഫീൽഡാണ്. ആ മിഷൻ ഫീൽഡിനോട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ സ്നേഹിതനെ, നിന്റെ ക്ലാസ്സിൽ സുവിശേഷം പറയാൻ വേണ്ടി ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സുവിശേഷകരും ആ ക്ലാസ്സിൽ വരത്തില്ല. നിങ്ങളുടെ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ ആ ക്ലാസ്സിൽ വരത്തില്ല. നിന്നെ ദൈവം അവിടെ ആക്കിയിരിക്കുക കെമിസ്ട്രി പഠിക്കാൻ മാത്രമല്ല, മാത്തമാറ്റിക്സ് പഠിക്കാൻ മാത്രമല്ല, നിന്നിലൂടെ ഈ സുവിശേഷത്തിന്റെ ശക്തി ആ ക്ലാസ്സിൽ വ്യാപരിക്കാൻ വേണ്ടി. യു മാൻ ഓഫ് ഗോഡ്, നീയോ ദൈവപുരുഷ, നിന്നെ അവിടെ ആക്കിയിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും വളരെ സങ്കടകരത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ. പല മ്ലേച്ഛമായ ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യങ്ങളിൽ ആരും ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരുമുണ്ട്. മറ്റുള്ളവർ ഹെഡ്ഫോൺ വെച്ചോണ്ട് നടക്കുന്നു, റിലേഷൻഷിപ്പിൽ പ്രേമ കുരുക്കുകളിൽ പെടുന്നു. അതിനകത്തും ഉണ്ട് പെന്തിക്കോസുകാര്. മറ്റുള്ളവർ പോണോഗ്രഫി കണ്ട് രസിക്കുന്നു, അതിനകത്തുമുണ്ട് നമ്മുടെ ഇടയിലെ ആൾക്കാർ. മറ്റുള്ളവർ നെറ്റ്ഫ്ലിക്സ് കണ്ട് സേവ് ചെയ്ത് അതിനകത്ത് സന്തോഷിക്കുന്നു, നമ്മുടെ യൂത്ത്സും അവിടെ കിടക്കുന്നു. എന്തൊക്കെ ലോകം ചെയ്യുന്നു അതൊക്കെ തനി ആവർത്തനം എന്ന വണ്ണം അവർ ചെയ്യുന്നത് നോക്കി വസ്ത്രം ധരിക്കുന്നവർ, അവർ ചെയ്യുന്നത് നോക്കി മുടി വെട്ടുന്നവർ, അവർ ചെയ്യുന്നത് നോക്കി സംസാരം മാറ്റുന്നവർ. ആ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു. നീയോ ദൈവത്തിന്റെ മകനെ, ബട്ട് യു മാൻ ഓഫ് ഗോഡ്, യു വുമൺ ഓഫ് ഗോഡ്. ഒഴുക്കിൽ ഒഴുകപ്പെട്ടു പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് രക്ഷിച്ചത്. ഒഴുക്കിനെതിരെ നീന്തുവാൻ, ക്യാമ്പസിലെ ഒരു അഭിഷക്തനായി നീ അറിയപ്പെടുവാൻ, ക്യാമ്പസിലെ അഭിഷേകമുള്ള ദൂത് പറയുന്നവനായി അറിയപ്പെടുവാൻ ദൈവത്തിന്റെ വിളി നിന്റെ മേലുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലെ ആ വിളി? ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല. സോവറിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവത്തിന് തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ട ചിലർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുമുണ്ട്. കേൾക്കണം. 6:11 എന്താ പശ്ചാത്തലം? ദുരുപദേശമല്ല പശ്ചാത്തലം. ദുരുപദേശം റിയലാണ്. എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു രാജ്യത്തിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് സംസാരിച്ചു. പാസ്റ്റർ പറഞ്ഞ പല കാര്യങ്ങളും പ്രത്യേകിച്ച് ഉപദേശത്തോടുള്ള ബന്ധത്തിൽ കൃത്യതയോടെ വ്യാഖ്യാനിക്കണമെന്നൊക്കെ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ അതിൽ പിന്നെ ക്രമമായി വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ദൈവകൃപയിൽ
ദൈവം പറഞ്ഞതല്ലാതെ ഒന്നും പറയാതെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. എൻ്റെ വേദിയെല്ലാം പോയി അച്ഛാന്ന് പറഞ്ഞു. അതാ സംഭവിക്കാൻ പോകുന്നത്. ഉപദേശത്തിൽ നിൽക്കുന്ന ഒരാളെ ലോകം ഒറ്റപ്പെടുത്തി എന്ന് വരും. ഉപദേശത്തിന്റെ ശുദ്ധിയിൽ നിൽക്കുന്ന ഒരാളെ വേദിയിൽ നിന്നും മാറ്റി നിർത്തി എന്ന് വരും. എന്നാൽ ഇന്ന് പകൽ കേൾക്കണം, വേദി കിട്ടുമെന്ന് പറഞ്ഞല്ല എനിക്ക് നിങ്ങളെ വിളിക്കാൻ ആഗ്രഹം. ഒരുവൻ നോക്കുന്നു മുകളിൽ നിന്ന്, എന്റെ ശബ്ദമായി നിനക്ക് നിൽക്കാമോ ഈ തലമുറയിൽ? ആ ദിവസം കേൾക്കാം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിപ്പേര് കിട്ടേണ്ടത് സെന്ററിൽ നിന്നല്ല, സംഘടനയിൽ നിന്നല്ല, ജീവനുള്ള ദൈവം പറയട്ടെ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, കലർപ്പില്ലാതെ ശുശ്രൂഷിച്ചവനെ, ഭോഷ്കില്ലാതെ ഉപദേശിച്ചവനെ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. 6-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം എന്താ കേൾക്കണേ. എവിടാ പൗലോസ് പറയുന്നത്? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. ഏത് വിട്ടോടണം? അത് മനസ്സിലാകണമെങ്കിൽ 6:9-10 മുമ്പുള്ള 2 വാക്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും നോക്കണം. 6:9-10 നിങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ബൈബിളിൽ 6:9-10? ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഫിലിപ്പിയ ലേഖനം 4 വാക്യം ചോദിച്ചാൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഇവിടെ ഇരിക്കുന്നതിൽ 80% കൈവക്കും. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്ന് എഫേസ്യ ലേഖനം 3 വാക്യം ചോദിച്ചാൽ 90% കൈവക്കും. നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത 2 വാക്ക് 6:9-10. അത് കഴിഞ്ഞിട്ടാ പറയുന്നത്, നീയോ തിമോത്തിയോസേ ഇങ്ങനെ ആവല്ലേ. എങ്ങനെ? 6:9 ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ പൈസ എനിക്കുണ്ടാക്കണം, ഒത്തിരി പൈസ എനിക്കുണ്ടാക്കണം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും, ശുശ്രൂഷയിലാകട്ടെ പേഴ്സണൽ ലൈഫിലാകട്ടെ, ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അപകടമുണ്ടാക്കുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട്, പൗലോസ് തിമോത്തിയോസിനോട് പറയാ, തന്റെ മകനോട് പറയാ, തിമോത്തിയോസേ ഈ ഒരു കാര്യം, ദുരുപദേശമുണ്ട്, കപടതയുണ്ട്, ഭോഷ്കുണ്ട്, നീ അതിനകത്തൊന്നും പോയി പെടരുത്. അവസാനം പറയുക ദ്രവ്യാഗ്രഹം. തിമോത്തിയോസേ നീയോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടണം. എന്നെ കേൾക്കുന്ന എൻ്റെ യങ് ബ്രദേഴ്സ്, എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, 10ാം ക്ലാസ് കഴിയുമ്പോൾ ഏത് കോഴ്സ് പഠിക്കണം ആരാ നിശ്ചയിക്കുന്നത്? സാധാരണ ഒരു വ്യക്തിയുടെ കോഴ്സ് നിശ്ചയിക്കുന്നത് ജോലി സാധ്യതയാ. ഇത് പഠിച്ചാൽ എനിക്ക് ഇത് കിട്ടും, ഇത് കിട്ടിയാൽ എനിക്ക് അവിടെ കിട്ടും. ജോലി സാധ്യത പഠനത്തിന്റെ വിഷയങ്ങളെ നിയന്ത്രിക്കുന്നു. ചിലർ പഠന വിഷയം തിരഞ്ഞെടുക്കുന്നത്, ആരോ ഉണ്ട് വിദേശത്തോ വല്ലം, ആള് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടുപോവാം, മോളെ കൊണ്ടുപോവാം, ഈ കോഴ്സ് അങ്ങ് പഠി. യേശു കർത്താവിന്റെ 1ാമത്തെ പ്രസംഗത്തിൽ യേശു പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഓർമ്മയുണ്ടോ ആ വാക്ക്? Nobody can serve 2 masters. ആരാ ഈ 2 masters? ശക്തിയുള്ള 2 യജമാനന്മാരെ യേശു പരിചയപ്പെടുത്തുന്നു. ഏതൊക്കെയാ ഈ ശക്തിയുള്ള യജമാനൻ? ഒരു വശത്ത്
ദൈവം നിൽക്കുന്നു. മറുവശത്ത് ഞാൻ പ്രതീക്ഷിച്ചത് പിശാചിനെയാ. എന്താ പിശാചെന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പലരുടെയും മനസ്സിലുള്ള ഭാവന പോലെ, പണ്ടത്തെ ഒണീഡ ടിവിയിലെ പരസ്യം പോലെ, 2 കൊമ്പും വെച്ച് 1 വാലും വെച്ച് ഒരു കറുത്ത ജീവി. ഒരു വശത്ത് ദൈവം നിൽക്കുന്നു, ശക്തിയുള്ള യജമാനൻ. ഞാൻ പ്രതീക്ഷിച്ചത് മറ്റേ സൈഡിൽ നിൽക്കുന്നത് ഈ വിരൂപമായ കറുത്ത ജീവി, പിശാച്. പക്ഷെ യേശു പറഞ്ഞത്, നിനക്ക് ദൈവത്തെയും പിശാചിനെയും ഒരുപോലെ സേവിക്കാൻ ഒക്കത്തില്ല എന്നല്ല പറഞ്ഞത്. നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരേപോലെ സേവിക്കാൻ കഴിയുകയില്ല. എന്താ മാമോൻ എന്നർത്ഥമാക്കുന്നത്? പണം, സ്വാധീനം, ഈ ലോകത്തിലെ സമ്പത്തുകൾ. അത് പണമാകാം, വസ്തുക്കളാകാം. ഇന്നത്തെ ഒരു ആത്മീയ അന്തരീക്ഷം ഞാൻ പറയാം. ഇന്നത്തെ ആത്മീയ അന്തരീക്ഷത്തിൽ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഞാനും വളർന്നപ്പോൾ പല ക്യാമ്പിലും കേട്ടത് ആരുടെ കഥയാണെന്നറിയാമോ? യോസഫിന്റെ കഥ, ദാവീദിന്റെ കഥ. നിനക്കൊരു ഡ്രീം ഉണ്ടായിരിക്കണം. നീ എത്ര പൊട്ടക്കണറ്റി പോയാലും യോസഫിനെ പോലെ ദൈവം നിന്നെ ഉയർത്തും. കൂട്ടുകാരിൽ പരമായി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദാവീദിനെ കുറിച്ച് നമ്മൾ കേൾക്കും. കിന്നരം വായിച്ച് ആടുകളെ മേയിച്ചയാളെ തക്ക സമയത്ത് ദൈവം ഉയർത്തി രാജാവാക്കി. ഇതുപോലെ നമ്മുടെ ആൾക്കാരെ ദൈവം ഉയർത്താൻ പോകുന്നു. പിന്നെ വന്നവരും പോകുന്നവരും നിൽക്കുന്നവരുമായ പ്രവാചകന്മാരും പറയും, മോളെ, നീ നാട്ടിൽ കറങ്ങി നിൽക്കേണ്ടവളല്ല, നിനക്കും ഒരു ഉന്നതമായ മാന്യത ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ നിന്നെ മാനിക്കാൻ പോകുന്നു. നിന്റെ മാതാപിതാക്കൾ കേറാത്ത വാഹനത്തിൽ നീ കയറാൻ പോകുന്നു. ഒരു ദിവസം തന്നെ 3 ഫ്ലൈറ്റ് വരെ മാറി ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. നമ്മുടെ ഇടയിലുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സമ്പത്ത് കുറെ കൂടെ കൂട്ടിവെക്കുക. പല പ്രവചനവും എന്തെന്ന് ചോദിച്ചാൽ സാമ്പത്തിക ആഗ്രഹങ്ങൾ കൂട്ടുക. തൃപ്തിയോടെ ജീവിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ വന്ന് പറയുക, ഈ വീട് പൊളിച്ചു പണിയാൻ ദൈവം ഒരു വഴി തുറക്കാൻ പോവുക. അന്നത്തെ ദിവസം മുതൽ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല, ദൈവം ഈ വീട് മാറ്റി വേറൊരു വീട്. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായി മനുഷ്യർ പറയുന്നത്, നിനക്ക് പൈസ ഉണ്ടാകണം, നീ നല്ല രീതിയിൽ ജീവിക്കണം. പലരും രക്ഷിക്കപ്പെട്ട് ബെന്തിക്കോസിൽ വരുന്നത് തന്നെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാ. യേശുവിന്റെ അടുക്ക വാ, നിന്റെ രോഗം പോയി, നിനക്ക് സൗഖ്യം കിട്ടി, നല്ലതായി നിനക്ക് ജീവിക്കാം, യേശുവിന്റെ അടുക്ക വാ. ആരും പറയാറില്ല, എന്റെ പിറകെ ഒരുവൻ വനിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിറകെ വരുമെന്ന് പറഞ്ഞ യേശുവിനെ കേൾക്കാറില്ല. കേൾക്കുന്നത് മുഴുവൻ വാ 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 വാ, 10 വെക്ക് 100 കിട്ടും, ഉപവസിച്ച് പ്രാർത്ഥിക്ക്, കെട്ടുപൊട്ടാൻ പോകുന്നു, നീ വലിയൊരു സംഭവമായി തീരും. പൗലോസ് തീമോത്തിയോസിനോട് പറയാ, ഇന്നെന്ന പോലെ അന്നും ഉണ്ടായിരുന്നു ഈ ഉപദേശങ്ങൾ. ദൈവഭക്തി എന്ന് പറയുന്നത് ലാഭത്തിനടുത്തൊരു കൂട്ടം ഉണ്ടായിരുന്നു. അവരുപവസിച്ച് പ്രാർത്ഥിച്ചത്, എനിക്ക് നല്ലൊരു ജീവിതം വേണം, എനിക്കെങ്ങനെങ്കിലും വിദേശത്ത് പോകണം, എനിക്ക് 10 പുത്തനുണ്ടാക്കണം, എനിക്ക് എൻ്റെ പപ്പായിക്കും മമ്മിക്കും നല്ലൊരു കാറ് വാങ്ങിച്ചു കൊടുക്കണം. അന്നും ഉണ്ടായിരുന്നത്. പൗലോസ് പറയുക, ധനികരാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കെണിയിലകപ്പെടും. അവർ ഭയങ്കര ദുഃഖത്തിലായിത്തീരും. അവരുടെ വിരുത് ലക്ഷ്യം മാറിയത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെടും. നീയോ തിമോത്തിയോസേ, അത് വിട്ടോടുക എന്ന് പറഞ്ഞാൽ എന്ത് വിട്ടോടുക? ആ കൊതി, ആ ആഗ്രഹം, എനിക്ക് പണക്കാരനാകണം, എനിക്ക് സമ്പത്തുണ്ടാകണം, എനിക്ക് വീട് വെക്കണം, എനിക്ക് വണ്ടി ഉണ്ടാക്കണം, ഈ ആഗ്രഹം. പ്രാർത്ഥിക്കുന്നതും അതിനു വേണ്ടിയാ. യേശുപ്പച്ചാ, ഞാൻ പൈസ കൊടുത്തോളാം, എനിക്ക് നല്ല മാർക്ക് തരണേ. ഇന്റർവ്യൂവിൽ 100 പേര് എഴുതുന്നുണ്ട്, എനിക്കൊന്ന് പാസ്സാക്കി തരണേ, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, ഞാൻ എൻ്റെ ദശാംശത്തിന്റെ 5% കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തോളാം, എനിക്ക് കുറെ കൂടെ ഒരു സ്വാധീനം തരണമേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിന്തിക്കാൻ കഴിവുള്ളവരാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു കല്യാണം നടന്നു, വലിയ കല്യാണം. എത്ര കോടി രൂപയാ മുടക്കിയതെന്ന് അറിയാമോ?
വായിച്ചിട്ടുണ്ടോ? പത്രത്തിൽ വായിച്ചോ? എത്ര കോടി മുടക്കി ഒരു വലിയ കല്യാണം? 5000 കോടി, 5000 crores. നമ്മുടെ കല്യാണങ്ങളിൽ എന്തുവാ മാന്യതയായി നമ്മൾ കാണുന്നത്? ആ ദിവസം രാവിലെ 8 മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വണ്ടി വരും. ഒരു ഓഡി കാറോ BMW മെഴ്സിഡീസോ വല്ലതും 15,000 രൂപ മുടക്കി എടുക്കുന്ന ഒരു റെന്റ് കാർ, മേളൊക്കെ തുറക്കുന്നൊരു കാർ. അത് വന്ന് കുറെ പൂക്കളൊക്കെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തുവാ? ഉപവസിച്ച് പ്രാർത്ഥിച്ച എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടതാ, ഈ വണ്ടിയിലൊക്കെ വരാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല കർത്താവേ. കൊയറുകാരോട് പറയും, പാട്ട് പാടണമേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. നമ്മൾ ആ ഓടിയുടെ പുറകിലോട്ട് കയറിയിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, യേശുപ്പച്ചാ, യോ ഞാനും എല്ലാം മാരുതിയെ വരേണ്ടവരല്ലേ. ലോക മനുഷ്യന് തോന്നുന്നത് എന്താണെന്നറിയാം? കഷ്ടം. ഈ വണ്ടി ആരുടേതാ? 5 മണിയാകുമ്പം 15,000 രൂപ എണ്ണിക്കൊടുക്കണം, ഇല്ലെങ്കിൽ കുത്തിരി പിടിച്ച് അവർ പൈസ വാങ്ങിക്കും. ഇത് വേറെ ആരുടെയോ വണ്ടിയാണ്. നമ്മൾ കേട്ട പല ദൂതുകളും വിമാനത്തെ കയറുമെന്നുള്ള ദൂതുകളാ. വിമാനം വാങ്ങിക്കുമെന്നുള്ള ദൂത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ എമിറേറ്റ്സിൽ കയറി ഇരുന്നപ്പോ എൻ്റെ മനസ്സിൽ വന്നത് ഇതുപോലെ കുറെ ചിന്തകൾ എൻ്റെ മനസ്സിലും വരും. കൊച്ചിലെ മുതലേ കേട്ടതല്ലേ. എമിറേറ്റ്സിൽ കയറി ഇരുന്നപ്പോ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്, ഈ എമിറേറ്റ്സ് ആരുടേതാ? ഞാൻ എമിറേറ്റ്സിൽ കയറിയതല്ല അനുഗ്രഹം. എടാ, ലോകപ്രകാരം ആ അനുഗ്രഹം അളക്കുന്നതെങ്കിൽ നമ്മൾ ഔഡിയെ കല്യാണ ദിവസം കയറിയതാണോ അനുഗ്രഹം? നമ്മൾ വെച്ച പൂക്കളാണ് അനുഗ്രഹത്തിന്റെ ലക്ഷണമെങ്കിൽ ചിലപ്പോൾ നാട്ടുകാരും ചീർത്തിരിക്കുന്നവരും കല്യാണം നോക്കി പറയും, ഇതുപോലൊരു കല്യാണം ഈ ദേശത്ത് നടന്നിട്ടില്ല. നടത്തിയവൻ അറിയാം 40% അവന്റെ അസറ്റ് പൊട്ടി. അവിടെ ബാങ്കിൽ കിടന്നതിലെ 40% പൊട്ടിച്ച് എല്ലാവർക്കും മട്ടൻ ബിരിയാണിയും കരിമീൻ ഫ്രൈയും കൊടുത്തതിന്റെ ക്ഷീണം മാറണമെങ്കിൽ 10 വർഷം എടുക്കും റിക്കവർ ചെയ്യാൻ. 5000 കോടി മുടക്കി കല്യാണം നടത്തിയ ആളിന് നഷ്ടപ്പെട്ടത് 2% പോലും ഇല്ല അദ്ദേഹത്തിന്റെ മൊത്തം മുതലിൽ. ഏത് യേശുവിനെ കുറിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഏത് ദൈവത്തെയാ നമ്മൾ അനുഗമിക്കുന്നത്? ഈ ലോകത്തിൽ 2 ദൈവങ്ങളുണ്ട്. ഒന്ന്, യേശു നിന്നോണ്ട് പറയുന്നു, ബാ എന്നെ അനുഗമിക്ക്, മുൻപേ എന്റെ രാജ്യം എന്റെ നീതി നീ അന്വേഷിക്ക്, അതോടുകൂടെ നിന്നെ സമ്പന്നനാക്കാമെന്നല്ല, നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ തരാം. മറുവശത്ത് ഈ ലോകത്തിന്റെ ദൈവം പറയുന്നു, ബാ ബാ ബാ, ഞാൻ നിനക്ക് ഒരുപാട് പൈസ തരാം, ഞാൻ നിന്നെ വലിയ സ്ഥാനത്ത് കൊണ്ടുവരാം, ഞാൻ നിന്നെ മാന്യനാക്കാം. ഇതിന്റെ ഇടയ്ക്ക് ആര് നിൽക്കുവാന്നറിയാമോ? തിമോത്തിയോസ് നിൽക്കുക. തിമോത്തിയോസ് നോക്കിയപ്പോ തന്റെ മുമ്പ് ശുശ്രൂഷിച്ച പൗലോസിന് ഇനി കുറെ ദിവസങ്ങളേ ഉള്ളൂ. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ആള് സ്ഥാനത്ത് നിന്ന് പോവാ. ഇത്രയും നാളും ബാഗ് പിടിച്ചോണ്ട് നടക്കാൻ നല്ല സുഖമാണ്. കാരണം എവിടെ ചെന്നാലും പൗലോസിന് നല്ല നടുക്കത്തെ കസാര കിട്ടും. അപ്പോസ്തലൻ പോളാണ്. ഇപ്പോ തന്റെ നിര്യാണകാലം അടുത്തു. ചെറുപ്പക്കാരനായ തിമോത്തിയോസ് ഒരു വശത്ത് നോക്കുക, ഞാൻ ഈ യേശുവിനെ അനുസരിച്ച് യേശുവിൽ രമിച്ച് സന്തോഷിച്ച് ജീവിച്ചാൽ പൗലോസിനെ പോലെ എൻ്റെ ജീവിതം തീരും. സമ്പന്നതയിൽ മുഴുകിയല്ല, ചിലപ്പോ ഒരു കാരാഗ്രഹത്തിൽ ശിരച്ഛേദം ചെയ്തവനായി ഞാൻ മരിക്കും. മറുവശത്ത് നല്ലൊരു വഴി. എന്താ വഴി? പേരുണ്ടിപ്പം. തിമോത്തിയോസ് എന്ന് പറയുമ്പോൾ ഒരു പേരുണ്ട്, പൗലോസിന്റെ പിന്തുടർച്ചക്കാരൻ. ഈ വഴിയൊന്ന് നടന്നാൽ എങ്ങനെ? ഉപദേശം ഇച്ചിരി കുറച്ച്, ഭോഷ്കും കപടതയിലും നിന്ന് മനുഷ്യരെ രസിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഒരു ശുശ്രൂഷകനായി നിന്നാൽ വലിയ മാന്യത ഇന്ന് കിട്ടും. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതാണ് ഇന്നത്തെ ചോദ്യം. ആര് തരുന്ന മാന്യത നിങ്ങൾക്ക് വേണം? 2005 ഞാൻ കേട്ട ശബ്ദം എൻ്റെ മനസ്സിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനുള്ളതിന് തടസ്സമായി നിന്ന ഏറ്റവും പ്രധാന കാര്യം, എൻ്റെ പിതാവ് കുവൈറ്റിലുള്ള തൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്ന്
താൻ നന്നേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടു. ഞാനും എൻ്റെ സിസ്റ്ററും ICSE സിലബസിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സ്കൂളിൽ അയിരൂരിൽ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന 2 പേരാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാവരും ICSE കഴിഞ്ഞ് CBSEയിലേക്ക് പോയി പഠിക്കാൻ വേണ്ടി. എൻ്റെ പപ്പ ഞങ്ങളോട് 2 പേരോടും പറഞ്ഞു, പപ്പയുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ 2 പേരും കേരള സിലബസിൽ പോയാൽ മതി. ഞാനും എൻ്റെ സിസ്റ്ററും പറഞ്ഞു ഫൈൻ. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചു, എടാ എല്ലാവരും പോകുന്ന കോഴ്സുകൾക്ക് ഞങ്ങൾക്ക് പോകാൻ ഒക്കുന്നില്ലല്ലോ. എൻ്റെ സിസ്റ്റർ വളരെ നല്ലതായി പഠിക്കുന്ന ഒരാളാണ്. MG സർവകലാശാലയിൽ 2 പ്രാവശ്യം റാങ്ക് കിട്ടിയ ആളാണ്. ഇന്നും ടൈറ്റസ് ടീച്ചേഴ്സ് കോളേജിൽ തിരുവല്ലായി പോകുമ്പോൾ അവരുടെ റാങ്ക് ബോർഡെ കാണാം, അനു സൂസൻ എബ്രഹാം. നല്ലതായി പഠിച്ച് റാങ്ക് 1 വാങ്ങിച്ച ആളാണ്. പക്ഷെ പപ്പായെ സംബന്ധിച്ച് ഉന്നതമായ കോഴ്സിന് പ്രൊഫഷണൽ പറയുന്ന ഇതേ ഉള്ളൂ, വി ഡോണ്ട് ഹാവ് മണി. നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാണ്, നമുക്ക് സാമ്പത്തികം വളരെ പരിമിതമാണ്, അതുകൊണ്ട് കോഴഞ്ചേരി കോളേജിൽ BSCക്കോ വല്ലതും പോയാൽ മതി മോള്. അങ്ങനെ വളർന്ന എനിക്ക് ആ ക്യാമ്പിൽ പോയപ്പോ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കാൻ എൻ്റെ മുമ്പിൽ കിടന്ന ഏറ്റവും വലിയ ഒടക്കെന്തെന്ന് ചോദിച്ചാൽ, ഞാനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്തായിത്തീരും? എൻ്റെ പപ്പായെ ആര് നോക്കും? സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, നല്ല ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് സുവിശേഷ വേലയിൽ പ്രവേശിച്ച് ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന എൻ്റെ ഫാദറിൻ്റെ ഭാവി എന്തായിത്തീരും? ഞാൻ ഏക മകനാണ്, ഞാനല്ലേ ഇതെല്ലാം നോക്കേണ്ടത്, ഞാനല്ലേ പഠിച്ച് നല്ലൊരു ജോലി ഉണ്ടാക്കി പണം സമ്പാദിച്ച് എൻ്റെ അപ്പനെയും സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം എൻ്റെ അല്ലേ? ഈ ചിന്തയോടെ ഞാൻ ആ ക്യാമ്പിന്റെ പുറകിലിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ കർത്താവ് ആ നിമിഷം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ സംസാരിച്ച ഒരു ശബ്ദമുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. നിന്റെ അപ്പനെ ജീവനോട് നിനക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ കൃപയിലല്ലേ? ദൈവത്തിൻ്റെ കാര്യം മാറ്റിവെച്ച് നീ അപ്പന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ അപ്പന് ആയുസ്സും ആരോഗ്യവും ഉണ്ടോ എന്ന് നിനക്കെന്താ ഉറപ്പ്? നീ നിന്റെ അപ്പനെ എൻ്റെ കയ്യിൽ താ, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങ്. ഈ ശബ്ദമാണ് എൻ്റെ ഉള്ളിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് 19 വർഷം കഴിഞ്ഞ് പുറമോട്ട് ഞാൻ നോക്കുമ്പോൾ ജീവിതത്തിൽ അനേക തീരുമാനങ്ങൾ, ചിലപ്പോൾ ഞാൻ ചിന്തിക്കുകയോ അത് വേണ്ടായിരുന്നു, ആ തീരുമാനം അപ്പ വേണ്ടായിരുന്നു. പക്ഷേ തെറ്റിപ്പോകാത്ത ഒരു തീരുമാനം ഇന്ന് ഉറക്കെ വിളിച്ചു പറയാനുണ്ടെങ്കിൽ ആ ക്യാമ്പിൽ മുമ്പോട്ട് വന്ന് യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ച ആ തീരുമാനം ഒരിക്കലും തെറ്റല്ലായിരുന്നു. നിങ്ങൾ ചോദിക്കും, എന്ത് സംഭവിച്ചു? ഒത്തിരി പൈസ ഉണ്ടാക്കിയോ? ഇല്ല. 3 പെൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്, കൊച്ചു പിള്ളേരാണ്. അവരെ കാണുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിൽ എന്താകും ഇവരുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ നടത്തുവാൻ അവൻ ശക്തനാണ്. ശുശ്രൂഷയെ പണത്തിന് വേണ്ടി വിൽക്കുവാൻ അനേക അവസരങ്ങൾ ഉള്ളപ്പോ ദൈവം ഇന്ന് വിളിക്കുന്നു, നീ എന്നെ സേവിക്കാമോ? നീയോ തിമോത്തിയോസേ അത് വിട്ടോടണം. ഏത് വിട്ടോടണം? നിങ്ങളുടെ കൂട്ടുകാരോട് അവരുടെ അംബീഷൻ ചോദിച്ചാൽ അവരെഴുതി വെക്കുന്ന എന്തായിരിക്കും എന്നറിയാം? ഐ വോണ്ട് ടു ബി എ ഡോക്ടർ, ഐ വോണ്ട് ടു ബി എ പൈലറ്റ്, ഐ വോണ്ട് ടു ബി എൻ എഞ്ചിനീയർ, ഐ വോണ്ട് ടു ബി എ നേഴ്സ്. നിങ്ങളും അത് തന്നെ എഴുതണം. പക്ഷേ I want to be not just a doctor, I want to be a doctor serving Lord Jesus Christ. I want to be an engineer for what? എനിക്കുണ്ടാകുന്ന സാമ്പത്തിക നന്മ അതിൻ്റെ തിരയിൽ ഞാൻ മുങ്ങാനല്ല, ആ സാമ്പത്തിക നന്മ ഉപയോഗിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഒരു സ്പോർട്സ് കാർ വാങ്ങിച്ച് അടൂരിലൂടെ ഓടിക്കുക എന്നുള്ളതാണോ? യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ളതാണോ? നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മനുഷ്യർക്കൊരു ഭ്രാന്ത് പോലെ ആയി തീർന്നിരിക്കുക, എങ്ങനെങ്കിലും വിദേശത്ത് പോകണം,
8ാം ക്ലാസ് ഒക്കെ മുതലേ തുടങ്ങും. അമ്മേ എനിക്ക് പോകണം, എനിക്ക് എവിടെയെല്ലാം പോകണം, എനിക്ക് കാനഡയിൽ പോകണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു രാജ്യത്തിൽ നിന്നും വരികയാ തിരിച്ച്. ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, പൗലോസ് ഇവിടെ തീമോത്തിയോസിനോട് പറഞ്ഞ കാര്യം 10ാമത്തെ വാക്യത്തിൽ, അങ്ങനെയുള്ളവർ വലിയ ദുഃഖത്തിലാകുമെന്നുള്ള ആ കാര്യം, അതെത്ര യാഥാർത്ഥ്യമാണെന്നുള്ളത് നേരിട്ട് ഞാൻ ചിലരുടെ അനുഭവം കണ്ടു. ഉള്ള 7 സെന്റ് ഭൂമിയാ ബാങ്കിൽ കൊണ്ടുപോയി ലോൺ വെച്ചിരിക്കുക, 30 ലക്ഷം രൂപ. എന്തിനാ? എനിക്ക് എങ്ങനെങ്കിലും പോണം. എവിടെ പോണം? മേളിലോട്ട് പോകുന്നതല്ല, വാഗ്ദത്ത ഭൂമി പോണം. അവിടെ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ പോ സാത്താനെ എന്ന് പറയും ചിലപ്പോ. അവിടെ കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാൽ പറയും എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്തുവാ ഈ ആഗ്രഹം? എനിക്ക് നന്നായി ഒന്ന് ജീവിക്കണം. ഈ ഉള്ള വീടും വസ്തുവുമെല്ലാം പണയപ്പെടുത്തി 25-30 ലക്ഷം രൂപ എടുത്ത്, അതിനും പേര് പറയുന്നത് എന്താണെന്നറിയോ? ബൈബിൾ എടുത്തോണ്ട് സാക്ഷ്യം പറയാൻ, വിശ്വാസത്താൽ അബ്രഹാമിനെ പോലെ ഞാനും പോവാണ്. ഇതാണോ വിശ്വാസ ജീവിതം? അവിടെ ചെന്നിട്ട് ജോലിയും കൂലിയും ഇല്ലാതാകുമ്പോ വലിയ ദുഃഖത്തിലായി തീർന്ന് അനേക ആൾക്കാരുടെ സഹായത്തോടെ എങ്ങനെങ്കിലും ഒന്ന് മടങ്ങി വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർ. ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, വിദേശത്ത് പോകുന്നതല്ല തെറ്റ്. വിദേശത്ത് പോകുന്നതിനെക്കാട്ടിൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടത് ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിലാണെന്നുള്ള കാര്യമാണ്. പണം ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ എൻ്റെ ഹൃദയമിടിപ്പ് എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണമെന്നുള്ളതാണ്. ഞാൻ ഒരു ഉന്നതമായ സാമ്പത്തിക സൗകര്യം ഉള്ളവനാകുന്നതിനെക്കാട്ടിൽ എന്നെ ഡ്രൈവ് ചെയ്യേണ്ടത് ഉപദേശത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഈ തലമുറയിൽ എനിക്ക് ജീവിക്കണം. അങ്ങനെയുള്ള യൗവനക്കാരെ ഉരുവാക്കുന്ന ഒരു ക്യാമ്പായി, ഒരു സെഷനായി ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 11ാം വാക്യത്തിന്റെ 2ാം ഭാഗം കൂടെ വായിച്ചിട്ട് സമർപ്പണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 11ാം വാക്യത്തിന്റെ 2ാം ഭാഗം ഇങ്ങനെയാണ്: നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി, ദുരുപദേശം നീ വിട്ടോടണം, കപടത നീ വിട്ടോടണം, പണക്കൊതി നീ വിട്ടോടണം. നിനക്ക് പണം ആവശ്യമാ, പക്ഷേ ദ്രവ്യാഗ്രഹം നീ വിട്ടോടണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്തിന്റെ പുറകെയാ നീ ഓടേണ്ടത്? 6 കാര്യങ്ങളാണ് പറയുന്നത്. 6 കാര്യങ്ങളിൽ 6ഉം 2, 2, 2 എന്നുള്ള 3 ഗ്രൂപ്പാണത്. ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്നിവിടെ വന്നിരിക്കുന്ന YP അംഗങ്ങൾ എന്തിനെയാ നിങ്ങൾ പിന്തുടരേണ്ടത്? സമ്പത്തിനെ അല്ല, ഒരു കരിയർ അല്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പോകണം. ഐ ആം ചേസിങ് മൈ ഡ്രീം. നോ, യു ഹാവ് ടു ചേസ് വൺ തിങ്. 2 ആയിട്ടുള്ള 3 സെറ്റുകൾ. ആദ്യം പറയുക, നീതി, ഭക്തി. ഇത് തമ്മിൽ ബന്ധമുണ്ടോ? നീതിയും ഭക്തിയും തമ്മിൽ ബന്ധമുണ്ടോ? ഇത് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 10:22 വാക്യം. അന്നത്തെ ആളുകളുടെ മനസ്സിൽ ഭക്തി എന്ന് പറയുന്നത് നല്ല പ്രാർത്ഥനാക്കാരനാ. അത് മാത്രമല്ല, ഭക്തി എന്ന് പറയുന്നത് എൻ്റെ മോള് നല്ലായിട്ട് പാടും, അതല്ല. എൻ്റെ മകൻ അവൻ നല്ല പ്രസംഗൻ, അവൻ നല്ല ടാലന്റ് ഉണ്ട്. ഭക്തിയുടെ ലക്ഷണം പ്രസംഗവും പാട്ടും മാത്രമല്ല. ഭക്തിക്ക് എന്തുമായി ബന്ധമുണ്ടെന്നറിയാം? നീതി. നീതി നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തി 10:22. അതിനവൻ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ്. ദൈവഭക്തി എന്ന് പറയുന്നത് നീതിയിലാണ് അതിൻ്റെ ആവിഷ്കാരം കാണേണ്ടത്. എന്ത് നീതിയുടെ കാര്യമായി പറയുന്നത്? യേശുവിന്റെ 1ാമത്തെ പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മത്തായിയുടെ സുവിശേഷം 5:20 യേശു ഇപ്രകാരമാ പറയുന്നത്: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. എന്താ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി? ഞാൻ 1/10 കൊടുത്തോളാം, ഞാൻ ദശാംശം കൊടുത്തോളാം, ഞാൻ വെള്ളിയാഴ്ച കഴിക്കത്തില്ല, ഞാൻ ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 15 വർഷമായി. നല്ല നീതിയായത്. ഇതാ പരീശന്റെയും ശാസ്ത്രിയുടെയും നീതി. ചിലത് കഴിക്കത്തില്ല, 10% അങ്ങോട്ട് കൊടുക്കും, പ്രാർത്ഥിക്കും,
പക്ഷേ ഉള്ളു മൊത്തം പണക്കൊതിയ. പരീശന്മാരെ യേശു വിളിച്ചത് ദ്രവ്യാഗ്രഹികൾ. അവർ പൈസ എല്ലാം കൂട്ടിവെച്ച് അവരുടെ മാനത്തിൽ ജീവിക്കുന്നവർ. പക്ഷെ പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്. പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുക എന്ന് പറഞ്ഞാൽ അതെന്തോ നീതിയാ? ആ കവിയുന്ന നീതി എന്ന് പറഞ്ഞാൽ എന്താ? യേശു പറഞ്ഞു, ഡു നോട്ട് സ്റ്റോർ അപ്പ് എനിത്തിങ് ഓൺ ദിസ് എർത്ത്. ഈ ലോകത്തിൽ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന, തുരുമ്പരിക്കുന്ന ഈ ലോകത്തിൽ നിങ്ങളുടെ നിക്ഷേപം കൂട്ടി വെക്കരുത്. അതിനർത്ഥം എന്താ? ബാങ്ക് അക്കൗണ്ട് തുടങ്ങരുതെന്നല്ല. ഇതിൽ നിന്റെ ശ്രദ്ധയാകരുത്, ഇതിൽ നിന്റെ ആശ്രയമാകരുത്. ഞാൻ നേഴ്സായിട്ട് അയർലൻഡിൽ പോയിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ പപ്പായ്ക്കും മമ്മിക്കും വേണ്ടി ചെയ്യാൻ. നോ, ആശ്രയിക്കരുതേ ആ ജോലിയെ, ആശ്രയിക്കരുതേ നിന്റെ കരിയറിനെ. ഈ ലോകത്തിൽ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന, തുരുമ്പരിക്കുന്ന ഈ ലോകത്തിൽ നിന്റെ നിക്ഷേപം അത് കൂട്ടിവെച്ച് അതിൽ ആശ്രയിക്കരുതേ. പ്രിയ ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അത് ചിന്തിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ലൈഫിന് എക്സ്പയറി വല്ലതും ഉണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ബ്രെഡ് വാങ്ങിച്ചാൽ എക്സ്പയറി ഉണ്ട് 7 days. ഒരു ചിപ്സ് വാങ്ങിച്ചാൽ അതിൻ്റെ ബാക്കിൽ കാണും 8/2025, ഓഗസ്റ്റ് 2025 വരെ എക്സ്പയറി ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? പ്രായം ഒരു കാര്യമാണോ ഇപ്പൊ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടാൻ? 15 വയസ്സുള്ളവർ, 22 വയസ്സുള്ളവർ, 35 വയസ്സുള്ളവർ, ഒരു കുഴപ്പമില്ലാത്തവർ. എൻ്റെ സ്നേഹിതൻ ബാംഗ്ലൂരിൽ ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സമപ്രായക്കാരനാണ്, സ്ഥിരമായി റെഗുലറായി എക്സസൈസ് ഉള്ള ആളാണ്, ഒരു കുഴപ്പമില്ല. ആ നിമിഷം ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു അസ്വസ്ഥത. കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, ഒന്ന് കിടക്ക്. തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നില്ല, ആള് പാസ്റ്റ് അവേ. ഇതൊരു സർവ്വസാധാരണമായില്ലേ ഇപ്പോ? എന്തെല്ലാം സ്വപ്നങ്ങളോടെ ജീവിച്ചവർ. ഓസ്ട്രേലിയക്ക് പോകണം, അതിനുവേണ്ടി ഞാൻ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചെല്ലുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? 1 തീമോത്തിയോസ് 4 പൗലോസ് തീമോത്തിയോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. 4:8 വാക്യത്തിൽ, ശരീരാഭ്യാസം അല്പം പ്രയോജനം ചെയ്യും. ഈ കൂട്ടിവെക്കും ചിലതൊക്കെ ചില പ്രയോജനങ്ങൾ ചിന്തിച്ച് കിട്ടിയെന്ന് വരും. പക്ഷേ ഈ പ്രയോജനങ്ങളെല്ലാം ഈ ലോകം കൊണ്ട് തീരുന്നതാണ്. ശ്വാസം പോയി കഴിഞ്ഞാൽ ഈ പഠിച്ചത് എന്തിനു വേണ്ടിയായി പോവും? ഈ കൂട്ടിവെച്ചത് എന്തിനു വേണ്ടിയായി പോവും? നിത്യതയോടെ നിലനിൽക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിനായി നമ്മളെ വിളിക്കുന്നത് യേശു വിളിക്കുന്നു, വാ എന്നെ അനുഗമിക്ക. നിനക്ക് ബുദ്ധിമുട്ട് വരുമോ? എന്താ യേശു പറഞ്ഞത്? ഈ പച്ചമരത്തോട് ഇത് ചെയ്തുവെങ്കിൽ നിനക്കതിനപ്പുറത്തേതിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. പ്രശ്നങ്ങൾ വരും, ശുശ്രൂഷയിൽ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് മൈക്ക് കൊടുത്താൽ നിങ്ങൾ പലരും പിന്നെ ആ വശത്തോട് ചിന്തിക്കത്തേയില്ല. അതുകൊണ്ടാ പലപ്പോഴും പാസ്റ്റർമാരുടെ മക്കൾ സുവിശേഷ വേലയിൽ ഇറങ്ങുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം എന്താ? ഒരു പാസ്റ്റർ മകനായോണ്ട് അത് എനിക്ക് പറയാം. എന്താ കാര്യം? കാരണം വീട്ടിലെ സംസാരത്തിൽ അറിയാം, ഈ വിശ്വാസികളുടെ സംസാരവും എതിർപ്പും പല പാസ്റ്റർമാരുടെ മക്കളും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ അവർക്ക് അതിനുള്ള സമർപ്പണം ഇല്ലാതായി പോയത് പല വിശ്വാസികളുടെയും കുത്തുവാക്കുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ചരൽക്കുന്നിൽ എന്നോടൊപ്പം ഇരുന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ വർഷങ്ങൾക്ക് ശേഷം അന്ന് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഏറ്റവും പ്രോത്സാഹിപ്പിച്ച ഒരു സഹോദരനാണ്. വർഷങ്ങൾക്ക് ശേഷം താനായിരിക്കുന്ന ദേശത്ത് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ ഞാൻ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഓടി എൻ്റെ അടുക്ക വന്നു. ഞാൻ ഒറ്റ നോട്ടത്തിലേ, എടാ നീ എങ്ങനെ ഇവിടെ? കണ്ണ് നിറഞ്ഞ് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ സത്യതാണ്, ജോയെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം സുവിശേഷ വേല ചെയ്യാനായിരുന്നു. പക്ഷെ എൻ്റെ അപ്പൻ മുറിവേൽക്കുന്നത് ഞാൻ കണ്ടപ്പോൾ, ഈ വിശ്വാസികളുടെ പലരുടെയും വർത്തമാനം കേട്ടപ്പോൾ, അതിലൊന്ന് പറഞ്ഞാണ്, ഞങ്ങൾ മുണ്ട് മുറുക്കി ഉടുക്കുന്നത് കൊണ്ടാ നീയൊക്കെ കഴിക്കുന്നതെന്ന് വിചാരിക്കണമെന്ന്.
എൻ്റെ സ്നേഹിതൻ പറഞ്ഞതാ, അന്ന് ഞാൻ നിശ്ചയിച്ചു ഈ സുവിശേഷ വേലയ്ക്ക് ഞാൻ പോത്തില്ല, ഞാൻ ഏതെങ്കിലും ജോലി ചെയ്ത് മാന്യമായി ജീവിച്ചോളാം, ഈ നിന്ന കേൾക്കാൻ ഞാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് നിങ്ങളെ വിളിക്കാൻ ആഗ്രഹം, ആ നിന്ന കേൾക്കാനായി ഒരു വിളി ഇന്ന് പകൽ ദൈവം നിങ്ങളെ വിളിക്കുന്നു. ക്രൂശ് എടുക്കാനുള്ളൊരു വിളി. അപ്പൻ കേട്ടതിനേക്കാൾ അപ്പുറം നീ കേൾക്കേണ്ടി വരും. പക്ഷെ സാരമില്ല, യേശുവിനെയാ നീ അനുഗമിക്കുന്നതെങ്കിൽ ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസം സകലരുടെയും മധ്യത്തിൽ, ഇവിടത്തെ മേഴ്സിഡീസിലല്ല, ആ ദിവസം തന്നോടൊപ്പം ഇരുത്തി നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ഈ ലോകത്തിലെ അക്കംപ്ലിഷ്മെന്റ് എല്ലാം മാറിപ്പോകും. ബട്ട് ചേസ്, എന്തിനെ പിന്തുടരണം? നീതിയും ഭക്തിയും. കവിയുന്ന നീതി, അതാ ഭക്തൻ. ഈ കാലഘട്ടത്തിന്റെ ഒരു ശാപമെന്ന് പറയുന്നത് 2 തീമോത്തിയോസ് 3:5 പൗലോസ് പറഞ്ഞതാ, ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ, പ്രസംഗകർ ഉൾപ്പെടെ. എത്ര പ്രഭാഷകരുടെ സാക്ഷ്യമാണ്. സുവിശേഷ വേല തുടങ്ങാൻ നേരം എനിക്ക് ഒന്നുമില്ലായിരുന്നു, ഇപ്പൊ യേശുവിനെ പ്രസംഗിച്ച് നാട് മൊത്തം റബ്ബറും തോട്ടം വാങ്ങിച്ചു, നാട് മുഴുവൻ വീടുകളും പണിഞ്ഞ്. ഭക്തിയുടെ വേഷം ത്യജിച്ചത് ശക്തിയെ. എന്തിന്റെ ശക്തി? തൃപ്തിപ്പെട്ട്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഒതുങ്ങിപ്പാർക്കാനുള്ള ശക്തിയെ ത്യജിച്ചു. പണത്തിന്റെ പിടിയിൽ ചിലർ ടാഗ് ഇടുന്നവരുണ്ട്, ഓരോ വേദിക്കും പണം ഇടുന്നവരുണ്ട്. ആദ്യത്തെ ചോദ്യം, എത്ര പേര് വരും? 500 പേര് വരും. ഞാനെന്നാ പറയാം കേട്ടോ. ആള് വെയിറ്റ് ചെയ്യുന്നത് ആ ദിവസം തന്നെ വേറെ എന്തെങ്കിലും കിട്ടുമോ, കുറച്ചുകൂടെ നല്ലത് എന്തോ, കുറച്ചുകൂടെ നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ ആള് വരുന്നേ, കുറച്ചുകൂടെ പൈസ കിട്ടുന്നേ. ഇങ്ങനൊരു കാലത്തിൽ ജീവിക്കുമ്പോ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ഇതിനകത്ത് ചെറുപ്പക്കാരുണ്ടോ? പണമല്ല എനിക്ക് വലുത്, യേശുവാ എനിക്ക് വലുതെന്ന് പറയുവാൻ ഇതിനകത്ത് ചെറുപ്പക്കാരുണ്ടോ? കർത്താവേ, എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ ഞാൻ മനുഷ്യരുടെ മുഖം നോക്കാതെ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ശുശ്രൂഷിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ഇതിനകത്ത് ചെറുപ്പക്കാരുണ്ടോ? ഞാൻ പണക്കൊതി വിട്ടോടി ഞാൻ നീതിയെ പിന്തുടരും, ഞാൻ ഭക്തിയെ പിന്തുടരും, ഇതിനകത്ത് ചെറുപ്പക്കാരുണ്ടോ? അടുത്തതായി പറയുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? സ്നേഹം, വിശ്വാസം. യേശുവിനോടുള്ള സ്നേഹത്തെ പിന്തുടരണം. വിശ്വാസവും സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കോയിനിന്റെ 2 വശം പോലെയാ. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാനൊക്കത്തില്ല എനിക്ക് നല്ല വിശ്വാസമാ കേട്ടോ. വിശ്വാസം അളക്കപ്പെടുന്നത് സ്നേഹത്തിലാണ്. വിശ്വാസമുണ്ടെങ്കിൽ സ്നേഹം കാണണം. പാട്ടിൽ മാത്രമല്ല, പാടുമ്പോ പാടാം, സ്നേഹിക്കുന്നേ 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 യേശുവേ, പാടാം. പക്ഷെ ഉള്ളു മൊത്തം പണക്കൊതിയോട് അത് പാടാം. ആ പാടുമ്പോ തന്നെ ചിന്തിക്കാം, എനിക്ക് ധനികനാകണം, എനിക്ക് പൈസ ഉണ്ടാക്കണം. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ചില പ്രേമക്കുരുക്കിൽ വീഴുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലർക്ക് സ്നേഹം തലയ്ക്ക് പിടിച്ചാൽ സ്വന്തം അപ്പനെ അമ്മയെ മറക്കുന്നു, സ്വന്തം വീട് മറക്കുന്നു, തെരുവിലിറങ്ങി എവിടെയും ജീവിക്കാൻ തയ്യാറാക്കുന്ന ഈ ലോകത്തിൽ മാറ്റപ്പെടുന്ന സ്നേഹത്തിന് അത്രയും ശക്തിയുണ്ടെങ്കിൽ, ചില വീടുകളിൽ, നല്ല വീട്ടിൽ പിറന്ന കുഞ്ഞുങ്ങൾ വാടക വീട്ടിൽ പോയി ഒറ്റമുറി താമസിക്കുക. ആൾക്കാർ ചോദിക്കുക, എടി നിനക്ക് വല്ല ആവശ്യമുണ്ടോ, നീ എന്തോ ആയി കാണിച്ച്? എനിക്ക് അച്ചാച്ചനെ ഇഷ്ടമാ. ഈ ലോകത്തിന്റെ സ്നേഹം, ഒരച്ചാച്ചനോടുള്ള സ്നേഹം വലിയ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി ഒരു വാടക വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ, അച്ചാച്ചനോടുള്ള സ്നേഹം നിന്റെ സാക്ഷ്യമെല്ലാം കളഞ്ഞ് നീ എല്ലാവരുടെയും മുമ്പിൽ പരിഹാസ്യയായി മാറിയെങ്കിൽ, യേശുവിനോടുള്ള സ്നേഹം എന്നെ വാടക വീട്ടിൽ കൊണ്ടുപോയാൽ അവിടെ അത് പരാജയമല്ല, അത് വിജയമാണ്. യേശുവിനോടുള്ള സ്നേഹം എന്റെ വണ്ടി വിൽക്കണ്ട വന്നാൽ അത് പരാജയമല്ല, അത് വിജയമാണ്. യേശുവിനോടുള്ള സ്നേഹം എന്റെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒത്തില്ലെങ്കിലും ആ സ്നേഹമാണ് നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഈ സ്നേഹത്തിൽ നിന്നും എന്നെ ഒന്നിനും മാറ്റാനൊക്കത്തില്ല. കഷ്ടതയാകട്ടെ, ഉപദ്രവമാകട്ടെ, പട്ടിണിയാകട്ടെ, ആഴത്തിനാകട്ടെ, ഉയരത്തിനാകട്ടെ, യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ ഒന്നിനും മാറ്റാൻ കഴിയുകയില്ല. വൈപ്പി അംഗങ്ങളെ, വിട്ടോടുക, പണത്തിന്റെ കൊതി വിട്ടോടുക.
ഈ ലോകത്തിൽ എന്തെങ്കിലും ആകണം, വിട്ടോടുക. പിന്തുടരുക നീതിയെ, ഭക്തിയെ, വിശ്വാസത്തെ, സ്നേഹത്തെ. അവസാന 2 വാക്കുകൾ ഇതാ: സഹനം, സൗമ്യത, ക്ഷമ. ഈ ക്ഷമയും സൗമ്യതയും എവിടെ വേണ്ടിയതാണെന്നറിയാമോ? കഷ്ടതയുടെ നടുവിൽ. ക്ഷമയെന്ന് പറഞ്ഞാൽ വെളിയിലുള്ളതിനെക്കാട്ടിൽ കാലുവാരൽ ഇതിനകത്തുണ്ട്. ഏതിനകത്ത്? ശുശ്രൂഷയിൽ. വെളിയിൽ ചിലപ്പോൾ ഒരു എത്തിക്സോടെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. പലപ്പോഴും ദൈവസഭകൾക്കകത്ത് കയറുമ്പോൾ കൂറുമാറ്റവും കാലുവാരലും ഇതെല്ലാം ഉള്ളതാണ്. ആ സമയത്ത് പൗലോസ് പറയുക, പ്രതികാരം ചെയ്യാതെ തിമോത്തിയോസേ, ലോക മനുഷ്യനെ പോലെ നീ ആകരുത്. നീയോ ദൈവപുരുഷനെ ക്ഷമയോടെ, സൗമ്യതയോടെ അതിനെ നീ പിന്തുടരുക. ഇന്നത്തെ ദിവസം ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് തിമോത്തിയോസുമാരും സഹോദരിമാരുമാണ് ഇവിടെ ഇരിക്കുന്നത്. നീതിയെ പിന്തുടരുവാൻ, വിശ്വാസത്തെ പിന്തുടരുവാൻ, ഭക്തിയെ പിന്തുടരുവാൻ, ക്ഷമയെ പിന്തുടരുവാൻ, സൗമ്യതയെ പിന്തുടരുവാൻ. നമ്മൾ സാധാരണ പാടുന്നത് പോലെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനൊരു ഭോഷനായി മാറിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്നും ശ്രേഷ്ഠനായി മാറുമെന്നുള്ളത് പാടാൻ മാത്രമുള്ളതല്ല, ആ തീരുമാനം എടുക്കാനുള്ള നിമിഷങ്ങളാണ് അടുത്ത നിമിഷങ്ങൾ. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനൊരു ഭോഷയായാലും, ഭോഷനാണെങ്കിലും എൻ്റെ പിതാവ് പ്രസംഗിക്കുന്ന യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ യേശുവിനോടുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഈ ലോകത്തിൽ മറ്റെന്തിനെക്കാട്ടിലും പഠിക്കണം, നല്ലതായി പഠിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ എൻ്റെ ചെറുപ്പത്തിൽ വായിച്ചൊരു കോട്ട് ഞാൻ ഓർക്കുകയാണ്. ഇഫ് യു ഓഫർ യുവർ സെക്കൻഡ് ബെസ്റ്റ് ടു ഗോഡ്, നിനക്കുള്ള 2ാം കട ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്താൽ ഇറ്റ് ഈസ് ആൻ ഇൻസൾട്ട് ടു ഹിസ് മജസ്റ്റി. ദൈവം നല്ല സാഹചര്യം തന്നില്ലേ, നല്ല സ്കൂളിൽ പഠിക്കാൻ കിട്ടിയ അവസരം ദൈവത്തിൻ്റെ ദാനമാണ്. ഡോണ്ട് ഓഫർ യുവർ സെക്കൻഡ് ബെസ്റ്റ്, സ്റ്റഡി വെൽ. പക്ഷേ സ്റ്റഡി വെൽ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് ഫോർ യുവർ സെൽഫ്. നിനക്ക് വേണ്ടി മാത്രമല്ല നീ പഠിക്കുന്നത്, നിനക്ക് പൈസ ഉണ്ടാക്കാനല്ല പഠിക്കുന്നത്. ഈ പഠനത്തിലൂടെയും യേശു മഹത്വപ്പെടണം. ഒരു നല്ല സ്ഥാനത്തിൽ വന്നാൽ അത് യേശുവിൻ്റെ രാജ്യത്തിന് പ്രയോജനമുണ്ടാകണം. ഒരു ഡോക്ടറായി തീർന്നാൽ ഞാൻ അടുത്ത വണ്ടി ബുക്ക് ചെയ്യാൻ പോവാ, പറയാൻ വരട്ടെ, എനിക്ക് യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ആ ചോയ്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു നിമിഷം അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇവിടെ സമർപ്പണത്തിൻ്റെ ഒരു ഗാനം പ്രിയ സഹോദരന്മാരെ പാടാൻ തുടങ്ങുകയാണ്. ഈ സമർപ്പണത്തിൻ്റെ ഗാനം എന്തിനാ പാടുന്നതെന്ന് ചോദിച്ചാൽ, ഡിസ്ട്രാക്ഷൻ സംഭവിക്കാതെ. എനിക്കറിയാം വിശപ്പൊക്കെ ഒരല്പം കയറി കാണും ഇപ്പോൾ, പക്ഷേ സമർപ്പണമില്ലാതെ പോയാൽ ഈ സെഷൻ അപൂർണമാണ്. കുറേ കാര്യങ്ങൾ കേട്ടു, കുറച്ച് തിരിച്ചു പോയി. നോ, ഈ സമർപ്പണത്തിൻ്റെ വരികൾ ഇവിടെ പാടുമ്പോൾ ഒരാഹ്വാനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നീട്ടുകയാണ്. ഈ യേശുവിനെ സ്നേഹിക്കുവാനും വിടേണ്ടതിനെ വിട്ടോടി ഇല്ല, ദുരുപദേശത്തിൽ പിടിപെടാതെ ഞാൻ സൂക്ഷിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കപടതയ്ക്കോ ഭോഷ്കിനോ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കത്തില്ല. ദ്രവ്യാഗ്രഹത്തിന് ഞാൻ എന്നെ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ അപ്പനെ അമ്മയെക്കാട്ടിൽ കൂടുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സമർപ്പണമുള്ളവർ, ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ ദൈവസ്ഥലം അടയ്ക്കണം, തലകളെ വണക്കണം. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാതെ അവൻ പോവാണെങ്കിൽ ഞാനും പോവും. നോ, ദിസ് ഈസ് എ പോയിന്റ് വെർ യു ആർ ടോക്കിംഗ് ടു ഗോഡ് യുവർ സെൽഫ്. നീയും ദൈവവും മാത്രമുള്ള നിമിഷം. അവള് പോവാണേ അവിടെ കയ്യെ പിടിച്ച് ഞാനും പോകാം, വേണ്ട, അങ്ങനെ ഒരാൾ പോലും ഇവിടെ വരരുതേ. വേറൊരാൾ പോവാണെ പോകാൻ വേണ്ടി ആരും വരരുതേ. നിന്നോട് ദൈവം സംസാരിച്ചുവെങ്കിൽ ഈ നിന്റെ ജീവിതം യേശുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ
ഈ ഗാനത്തിന്റെ വരികൾ പാടുന്ന നിമിഷങ്ങളിൽ ധൈര്യമായി മുമ്പോട്ട് വരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ 19 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വേദികളിൽ നിന്ന് യേശുവിനെ ഉയർത്തുവാൻ ദൈവം നിന്റെ മേൽ അഭിഷേകം പകരുന്ന പകലാക്കി മാറ്റട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ച് ധ്യാനത്തോടെ ഈ സമർപ്പണത്തിന്റെ വരികൾ ചേർന്ന് പാടാം. സമർപ്പണമുള്ളവർ മുമ്പിലേക്ക് വന്ന് ഈ ഫ്രണ്ടിൽ നിൽക്കാവുന്നതാണ്. ഹല്ലേലൂയ.